തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ ഉടമയുടെയും ഭാര്യയുടെയും കൊലപാതകം മുൻ വൈരാഗ്യത്തെ തുടർന്നെന്ന് സംശയം. ഇത്തരത്തിൽ സംശയം ശക്തമാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് സെപ്റ്റംബറിൽ മോഷണം പോയത് ഐഫോണാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും ഐഫോൺ മോഷ്ടിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി വീട്ടിൽ നിന്നും ഇവരുടെ ഐഫോൺ മോഷ്ടിച്ചിരുന്നു. ഈ ഫോൺ ഉപയോഗിച്ച് ഇയാൾ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് വിജയകുമാറും ഭാര്യയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. വിജയകുമാറിന്റെ മകൻ 7 കൊല്ലം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. മകൻ വിദേശത്താണ്. 6 മാസം മുമ്പായിരുന്നു വിദേശിയുമായുള്ള മകളുടെ വിവാഹം. മകൾ ഡോക്ടറാണ്. ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലായിരുന്നു മകളുടെയും വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോയ മകൾ നാട്ടിലേക്ക് ഉടൻ തിരികെ വരാൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നത്. തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായി മുൻവൈരാഗ്യത്തെ തുടർന്നെന്നാണ് പോലീസ് നിഗമനം. രണ്ടുപേരുടെയും മുഖത്താണ് മാരകമായി പരിക്കേറ്റിരിക്കുന്നത്. കോടാലി ഉപയോഗിച്ചാണ് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 മുറികളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന കോടാലി വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തി. ഇന്ദ്രപ്രസ്ഥം ഉടമയെയും ഭാര്യയുമാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവാതുക്കൽ എരുത്തിക്കൽ അമ്പലത്തിന് എതിർവശത്തുള്ള വീട്ടിലാണ് 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ കൊലപാതകത്തിന് പിന്നിലുള്ള ലക്ഷ്യം മോഷണമല്ലെന്ന് നിഗമനത്തിലാണ് പോലീസ്. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയാണ് വിജയകുമാർ. ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് 2 പേരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ വിവരമറിയിച്ചതോടെ പോലീസ് സംഘം സ്ഥലത്ത് എത്തി. ഇതിന് പിന്നാലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് അന്വേഷണം എത്തി. അഖിലിനെ പോലീസ് നിരീക്ഷണത്തിലാക്കി. അതിനിടെ തിരുവാതിക്കലിലെ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്ന് കോട്ടയം SP വ്യക്തമാക്കി. പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ഒരാൾ മാത്രമാണ് പ്രതിയെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് വ്യക്തമാക്കി. ദമ്പതികളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലി വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വിജയകുമാറിന്റെയും മീരയുടെയും മകൻ ഗൗതമിന്റെ മരണവുമായി ഈ കൊലപാതകത്തിന് ബന്ധം ഉള്ളതായി സ്ഥിരീകരണം ഇല്ലെന്നും പോലീസ് അറിയിച്ചു. ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന അമിത് എന്നയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്ന് രാവിലെയോടെയാണ് കോട്ടയത്ത് തിരുവാതുക്കലിൽ വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിലെ മുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് 2 പേരെയും മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ദേഹത്ത് മുറിവേറ്റ പാടുകളടക്കമുള്ളതിനാൽ തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് നിഗമനം.